എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, നമുക്ക് ബോഡിയിൽ എന്തെല്ലാം സിംറ്റംസ് കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ അതിന് എന്തെല്ലാം നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം പൊതുവേ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് ഭയങ്കര ടയേർഡ്നെസ് ആയിരിക്കും. ഭയങ്കര ആവശ്യമില്ലാത്തൊരു ടയേർഡ്നെസ്, ഭയങ്കര വീക്കായിട്ടിരിക്കുക, ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, നമുക്ക് ഒന്നിലൊരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് മൂഡ് സ്വിങ്സ് വരും, ഡിപ്രഷൻ പോലെ വരും, എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളൊരു ഫീലിംഗ് നമുക്ക് വരാറുണ്ട് മൊത്തത്തിലൊരു മൂഡിൽ. അതുപോലെ തന്നെ മസിൽ പെയിൻ വരാറുണ്ട്. അതുപോലെ നമുക്ക് ഹെയർ ഫോൾ വൈറ്റമിൻ ഡിയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. അപ്പോൾ ഹെയർ ഫോൾ ഉള്ള ആൾക്കാർ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ റിപ്പീറ്റ് ഇൻഫെക്ഷൻ വരാം, റിപ്പീറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്മൽ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ നമുക്ക് ബോണിന് ഫ്രാക്ചർ വരിക, ബോണിന് മൊത്തത്തിലൊരു സ്ട്രെങ്ത് കുറവായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പൊട്ടലൊക്കെ കാര്യങ്ങൾ വരാം. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ നെയിൽസ്, നമ്മുടെ നഖമാണെങ്കിൽ ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവും, ഒരു ബലമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പൊട്ടി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മസിൽ ക്രാംസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ കുറച്ച് താമസമുള്ള പോലെ, നന്നായിട്ടൊന്ന് ഹീലാവാത്ത പോലെ, അല്ലെങ്കിൽ കുറച്ച് നാളെ പിടിക്കുന്ന പോലെയൊക്കെ കാണാറുണ്ട്. അതേപോലെ ജോയിൻറ്റ് പെയിൻസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കൊന്ന് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് ഇൻ കേസ് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ് പറയുന്നത് എങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് രണ്ടാമത് നോക്കാം. അപ്പോൾ മെയിനായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും ഇളം വെയിൽ കൊള്ളുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ മിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പാട കളയാതിരിക്കുള്ള മിൽക്കാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ മിൽക്ക് പ്രോഡക്ട്സിൽ നമുക്ക് ബട്ടറിലൊക്കെ നന്നായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ആഹാരമാണ്. പിന്നെ എഗ്ഗിൽ അതിൽ മഞ്ഞക്കരുവിലൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫിഷിൽ മെയിനായിട്ട് സാൽമൺ ഫിഷിൽ നമുക്ക് ട്യൂണയിൽ, അയലയിൽ, കിളിമീനിൽ, അതിവിടെ ചെമ്പല്ലിയിലൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഓറഞ്ച് ജ്യൂസിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. മഷ്റൂമിൽ നല്ല റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ ഡി ഉള്ളൊരു കാര്യമാണ്. അതേകൂട്ട് ചീര, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നമുക്ക് ഫുഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതല്ല, നമുക്ക് നല്ല ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള സിംറ്റംസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയല്ലോ. അപ്പം താങ്ക് യു.